നാഷണൽ ജിയോഗ്രഫിക് മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലൂടെ ഏറെ പ്രസിദ്ധമായി തീർന്ന അതിമനോഹരമായ ഒരു ദ്വീപ് വേമ്പനാട് കായലിലുണ്ട്. ആ ദ്വീപ് കാണുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ചെറു യാത്രയാണ് ഈ വീഡിയോ. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ തുറവൂർ മുതൽ അരൂർ വരെ 12.25 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ കാണുന്ന എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതേയുള്ളൂ. ഈ പാതയോരത്തെ മോഹം ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നും കായലോരത്തേക്ക് തിരിയുന്ന പാത ചെന്നെത്തുന്നത് കാക്കത്തുരുത്തെന്ന സുന്ദര ദ്വീപിലേക്കാണ്. വഴിമധ്യേ വലതുവശത്തായി ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു ക്ഷേത്രം കാണാം. അതും കടന്ന് മുന്നോട്ട് ചെന്നാൽ കാക്കത്തുരുത്തിലേക്കുള്ള കടത്തുകരയായി. വേമ്പനാട് കായലിലെ കാക്കത്തുരുത്തെന്ന ഈ പച്ചത്തുരുത്ത് ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ദ്വീപിലേക്ക് എത്തിച്ചേരാൻ ചെറുവള്ളങ്ങൾ മാത്രമേ ആശ്രയമുള്ളൂ. എഴുപുന്ന പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട ദ്വീപാണ് കാക്കത്തുരുത്ത്. 15 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപിൽ എന്നാൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലും അംഗനവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. എഴുപതൊമ്പതുകളിലെ ആരെയും കൊതിപ്പിക്കുന്ന ഗ്രാമാന്തരീക്ഷം എന്തെന്നറിയണമെങ്കിൽ കാക്കത്തുരുത്തിലെ നടവഴികളിലൂടെ അല്പം നടക്കണം. ചുറ്റിലും നിറഞ്ഞാടുന്ന ഹരിതാഭ കണ്ട് ശുദ്ധവായു പകരുന്ന നവോന്മേഷം തിരിച്ചറിഞ്ഞ് നടക്കണം. സമയം പോലും നിശ്ചലമായി എന്ന് തോന്നിപ്പോകുന്ന ആ നടത്തത്തിനിടയിൽ തിരിച്ചറിയുന്ന കളങ്കമില്ലാത്ത ഗ്രാമീണ മനസ്സുകളുടെ സാന്നിധ്യം, അന്യമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമനന്മകളുടെ തിരിശേഷിപ്പുകളിലൊന്നാണ് കാക്കത്തുരുത്തെന്ന് തിരിച്ചറിയും. ഈ പച്ചത്തുരുത്ത് വിവിധതരം ദേശാടന പക്ഷികളുടെ താവളം കൂടിയാണ്. വനസദൃശ്യമായ ഈ ഭൂപ്രകൃതി ആസ്വദിച്ച് നടക്കുമ്പോൾ ദൂരെ ഇലച്ചാർത്തുകൾക്കിടയിൽ നിന്നും നേർത്ത കിളിക്കൊഞ്ചൽ കേൾക്കാം. കായലിനപ്പുറത്തെ മടുപ്പിക്കുന്ന വെയിൽച്ചൂടിന് നട്ടുച്ചയ്ക്ക് പോലും പ്രവേശനം അനുവദിക്കാത്ത കാക്കത്തുരുത്തിൽ ചിലവിടുന്ന ഓരോ നിമിഷവും സങ്കല്പാതീതമായ ഉന്മേഷം നൽകുന്നു. വിനോദസഞ്ചാരികൾക്ക് കായൽ സവാരി നടത്താൻ പാകത്തിനുള്ള വള്ളങ്ങൾ കായൽക്കടവിൽ എപ്പോഴും കാണാം. കൈതപ്പുഴക്കായലിന്റെ ശാന്ത സൗന്ദര്യം നുകർന്ന് തീരഭംഗി കണ്ട് ആസ്വദിച്ച് ചെറുവള്ളങ്ങളിലെ യാത്ര പ്രകൃതി സ്നേഹികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറും. സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള സൽക്കാരശാലകളോ മറ്റ് വിനോദ ഉപാധികളോ
ഇല്ലെന്നുള്ള കുറവ് കൂടി പരിഹരിച്ചാൽ കിഴക്കിൻ്റെ വെന്നീസിലെ സ്വർഗമെന്ന് കാക്കത്തുരുത്ത് അറിയപ്പെടും. എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് അതിനിണങ്ങുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഭാവിയിൽ ദ്വീപ് നിവാസികൾക്ക് ഇതിലും മെച്ചപ്പെട്ട ജീവിതാന്തരീക്ഷം ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായും കരുതാം.